എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലത്തെ വലിയ ഗ്രേറ്ററിലൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് മീഡിയം തിക്നെസ് ആയിട്ടുള്ള ഗ്രേറ്ററിലൂടെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. അതിലെ സ്റ്റാർച്ച് നല്ലപോലെ മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ 2-3 പ്രാവശ്യം ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിലെ വെള്ളം കളഞ്ഞെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് അമർത്തി അമർത്തി വെള്ളം കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല നേർത്ത തുണിയിലൊന്ന് കെട്ടി വെച്ചിട്ട് അമർത്തി കൊടുത്തും അതിലെ വെള്ളം പൂർണ്ണമായിട്ടും തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിപ്പം വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിത് എരിവ് കുറച്ച് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു മസാലകളൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പറ്റി വരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഇത്രയും പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ബാക്കിയുള്ള പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ അളവിൽ മൈദയും 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് നോക്കുക. ആ ഒരു ഉരുളക്കിഴങ്ങിലെ വെള്ളപ്പറ്റിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾക്ക് പൊടി ചിലപ്പോൾ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. ഇതിപ്പോൾ ഉരുട്ടി നോക്കിയപ്പോൾ ബൈൻഡിങ് കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിലെ പറ്റിനൊക്കെ അനുസരിച്ച് പൊടിയുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ പാകത്തിന് റെഡിയായോ എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 5 ടീസ്പൂൺ അളവിൽ മൈദയും 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വലുപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയിട്ട് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലോ ഒരുപാട് ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഉള്ളോളം വെന്ത് വരില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് വെച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലപോലെ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല കളറ് കിട്ടും. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയും കൂടെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂണുകളൊക്കെ മതിയാകും. നല്ല പുളിയുള്ള തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തൈര് ചൂടാക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും എരിവിന് പാകത്തിന് 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ സാധാരണ സോസുകളൊന്നും ചേർക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുക. നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂണുകളൊക്കെ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. വെളുത്തുള്ളി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. വളരെ ചെറിയൊരു സവാള എടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ ഇതാ സവാളയൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. തൈര് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് കോൺഫ്ലോർ നിർബന്ധമായിട്ടും ചേർക്കണം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ആ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുള്ളൂ. ഇപ്പോൾ ഇവിടെ തൈര് പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു വടകൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഫ്ലേവറാണ്. കറിവേപ്പില നിങ്ങൾ ഈ ഒരു വടകൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ സോട്ട് ചെയ്തെടുക്കുക. ആ ഒരു മസാലയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വടകളിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് വരണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വരുന്നത് വരെയാണ് സോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടറ്റോ 65 ആണ്. ഇത് വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. പുറമേ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കവറിങ് നല്ല ആ ഒരു സ്പൈസിയും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വടകളിൽ അത്യാവശ്യം ക്രിസ്പിനെസ്സും ഉണ്ടാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.